ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ എഗ്ഗ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. സ്നാക്സ് എന്ന് പറയാൻ പറ്റില്ല, സാൻഡ്വിച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് ബ്രോയിലറിൻ്റെ മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ 4 വെള്ളത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് മുട്ടയെല്ലാം. അതിൻ്റെ തോടെല്ലാം പൊളിച്ച ശേഷം ഞാനിതിൻ്റെ വെളുത്ത കരുവും മഞ്ഞ കരുവും 2 പാത്രങ്ങളിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് വീഡിയോ കാണുന്ന എല്ലാവരും ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിക്കോളൂ കേട്ടോ. ലൈക്ക് തരാനായിട്ട് മടി കാണിക്കരുത്. ഇപ്പോൾ വെളുത്ത കരുവും മഞ്ഞക്കരുവും ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ട് എല്ലാം സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് ഒരു അരിപ്പയാണ് കേട്ടോ. ഈ അരിപ്പയിലേക്ക് ഈ വെളുത്ത കരു ഞാൻ ആദ്യം ഇട്ടിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് നല്ല ബലമുള്ള സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത് അരിപ്പയുടെ അപ്പുറ വശത്തു കൂടെ നല്ല സോഫ്റ്റായിട്ട് നല്ല സ്മൂത്തായിട്ടുള്ള പേസ്റ്റ് പോലെ നമുക്ക് ഈ മുട്ടയെല്ലാം കിട്ടും കേട്ടോ. ഇത് കണ്ടോ, ഇപ്പോൾ ഞാൻ നന്നായിട്ട് പ്രസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. നല്ല സ്പൂണിന് നല്ല ബലം വേണം കേട്ടോ, അല്ലെങ്കിൽ സ്പൂൺ ഒടിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് മിക്സിയിലടിച്ചാൽ പോരെയെന്ന്. മിക്സിയിലടിച്ചാൽ ഇതിൻ്റെ ഒരു കറക്റ്റ് ഇത് കിട്ടില്ല. ഈ അരിപ്പയിൽ വെച്ചിട്ട് തന്നെ ഇതിങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ. ഇതൊരു ഇംഗ്ലീഷ് മോഡൽ സാൻഡ്വിച്ച് ആണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് തന്നെ ഇതിനെ പറയാം കേട്ടോ. കണ്ടോ, ഇതിൻ്റെ അരിപ്പയുടെ ബാക്ക് വശത്ത് കണ്ടോ, നല്ല തരിതരാന്നെ ആയിട്ട് എന്നാൽ പേസ്റ്റ് പോലെയല്ല, പക്ഷേ നല്ല സ്മൂത്തായിട്ടാണ് നമുക്കിത് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ വെളുത്ത മുട്ടയും അതുപോലെ തന്നെ മഞ്ഞക്കരുവും നന്നായിട്ട് ഇങ്ങനെ അരിപ്പയിലൂടെ ഇങ്ങനെ സ്മൂത്താക്കിയിട്ട് സോഫ്റ്റായ ഒരു പൊടി പോലെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് രണ്ടും കൂടിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വേണമെങ്കിൽ മയോണൈസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ ടൊമാറ്റോ സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ മയോണൈസ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ടൊമാറ്റോ സോസ് മാത്രം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ 4 കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബ്രെഡിൻ്റെ സൈഡ് വശം എല്ലാം നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കണം. അതിനുശേഷം തയ്യാറാക്കി വെച്ച ഈ മിക്സ് ഈ ബ്രെഡിലേക്ക് നമുക്ക് നല്ല കട്ടിയിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. നല്ല കനത്തിൽ തന്നെ വെച്ച് കൊടുക്കണം. എന്നിട്ട് മറ്റേ പീസും കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് അമർത്തി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതവിടെ ഒട്ടിയിരുന്നോളും. ഇനി നമുക്കിത് 2 കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ അടിപൊളി ഇംഗ്ലീഷ് സ്റ്റൈൽ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് മുട്ട കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കിയിട്ട് ചെയ്ത് കൊടുത്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.